നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ശിവസേന നേതാവും മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയുമായ ഏകനാഥ് ഷിൻഡെ നേരിൽ കണ്ട് സംസാരിക്കാൻ തയ്യാറാവുകയാണ് ഉദ്ധവ് താക്കറെ. നീണ്ട കാലത്തെ രാഷ്ട്രീയ പിണക്കത്തിന് ശേഷം വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് തുടക്കമിടും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ BJP ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് തന്നെ സംഭവിക്കാൻ പോകുന്നു എന്നതാണ് വാസ്തവം. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ പല ഗൂഢാലോചനകളും പുറത്തു വരും എന്ന് വ്യക്തം. നമുക്കറിയാം, നിലവിൽ പ്രധാനപ്പെട്ട വിഷയമായി ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെയുടെ മകനായ ആദിത്യ താക്കറെ BJP വേട്ടയാടുകയാണ്. അതിനായി അന്തരിച്ച ബോളിവുഡ് നടൻ സുശാന്ത് സിംഗ് രജപുത്തിൻ്റെ മാനേജറായിരുന്ന ദിഷയുടെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവരുടെ ദുരൂഹ മരണത്തിൽ ആദിത്യ താക്കറയ്ക്കും പങ്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദിശ സലേൻ്റെ പിതാവ് കൊടുത്ത പരാതിയിന്മേൽ FIR ഇട്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് തൻ്റെ മകൻ്റെ നിരപരാധിത്വവുമായി ബന്ധപ്പെട്ട കാര്യം പൊതുജനങ്ങളോട് മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്യുകയാണ് ഉദ്ധവ് താക്കറെ ഇപ്പോൾ. നമുക്കറിയാം, ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ മഹാരാഷ്ട്രയിൽ എല്ലാ രീതിയിലും കർഷക ആത്മഹത്യ കുറച്ചു കൊണ്ടുവരാൻ അദ്ദേഹം എടുത്ത നടപടിക്രമങ്ങൾ എല്ലാം വീണ്ടും തകിടം മറിയുകയാണ്. വിദർഭ മേഖല, അതായത് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പ്രദാനം ചെയ്യുന്ന നാഗ്പൂർ അടക്കമുള്ള മേഖലകളിൽ കർഷക ആത്മഹത്യ കൂടിക്കൂടി വരികയാണ്. ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നു. പരുത്തി കർഷകർക്കായിരുന്നാലും എല്ലാ തരത്തിലുള്ള ചെറുകിട വ്യാപാരികൾക്ക് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കപ്പെട്ടിരിക്കുന്നു. ഇതിനെതിരെ മുഖ്യമന്ത്രിയായ ഫട്നാവിസിനെതിരെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഒളിയം പെയ്തിട്ടുള്ളതാണ്. ഗഡ്കരി എന്നാൽ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ നിന്നും ഏറെക്കാലമായി അതിൽ ശ്രദ്ധിക്കാതെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഫട്നാവിസ് ഗർവോടുകൂടി എല്ലാം തള്ളിയിട്ട് ഞാൻ അധികാരത്തിൽ സുഖമായി ഇരിക്കുന്നു എന്ന ഒരു പുഞ്ചിരിയോടുകൂടി ഇരിക്കുമ്പോഴാണ് ഉദ്ധവ് വീണ്ടും കളത്തിലിറങ്ങുന്നത്. തൻ്റെ മകനെ ടാർഗറ്റ് ചെയ്തത് എന്തിനാണെന്നറിയാം എന്ന് ഫട്നാവിസിനോട് കൃത്യമായി മാധ്യമങ്ങളിലൂടെ പറഞ്ഞിരിക്കുകയാണ്. അത് ധാരാവി പദ്ധതി കോർപ്പറേറ്റ് കമ്പനിക്ക് എഴുതി കൊടുക്കുന്ന, ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഭൂമാഫിയ സംഘങ്ങളെ തുറന്നു കാട്ടുന്നതിൽ പോരാളിയായി നിൽക്കുന്ന ഛത്രപതി ശിവാജിയുടെ പിന്മുറക്കാരനാണ് ഉദ്ധവ് താക്കറെ എന്ന് വിളിച്ചോതുന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ചരിത്രമറിയില്ലെങ്കിൽ അത് പഠിക്കൂ. സഹിഷ്ണുതയും സഹനശക്തിയും ഞങ്ങൾ ശിവസേനക്കാർക്ക് ആവോളമുണ്ട് എന്ന് ഏകനാഥ് ഷിൻഡെയുടെ മുഖത്തു നോക്കി കരണത്തടി പോലെ കൊടുത്തിരിക്കുന്നു ഉദ്ധവ് താക്കറെ. ലോക്സഭയിൽ സീറ്റ് നേടിയത് ശരിയായ രീതിയിലാണ്, എന്നാൽ നിയമസഭയിലെ അട്ടിമറി അത് ഞങ്ങൾ എന്നായിരുന്നാലും പുറത്തു കൊണ്ടുവരുമെന്ന് ഷിൻഡെയുടെ മുഖത്ത് നോക്കി ഉദ്ധവ് പറയുകയാണ്. ചർച്ചകളിലേക്ക് തുടക്കം കുറിക്കുകയാണ്. ഷിൻഡെയുമായുള്ള ഒരു കൂടിക്കാഴ്ചയാണ് ഉദ്ധവ് ഉദ്ദേശിക്കുന്നത്. ഒരു 1-to-1 ഡിബേറ്റ് വെല്ലുവിളിക്കുകയാണ് അദ്ദേഹം.